നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ക്രിസ്തുമസ് ദിനത്തിൽ ജവൻ കടലിൽ നീന്തുവാനിറങ്ങിയ രണ്ടുപേരെ കാണാതായി. ഇന്നലെ രാവിലെ 10 മണിക്ക് ശേഷമാണ് സംഭവത്തെക്കുറിച്ച് കോസ്റ്റ് ഗാർഡിന് വിവരം ലഭിക്കുന്നത്. ഉടൻ തന്നെ കോസ്റ്റ് ഗാർഡ് എത്തി നിരവധി പേരെ സുരക്ഷിതമായി കരയിലെത്തിച്ചു. പാരാമെഡിക്കലുകൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അവരെ പരിശോധിക്കുകയും മുൻകരുതൽ എന്ന നിലയിൽ ചിലരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായും കോൺവാൽ പോലീസ് അറിയിച്ചു. എന്നാൽ തിരച്ചിലിൽ 40 വയസ്സ് പ്രായമുള്ള ഒരാളെയും 60 വയസ്സ് പ്രായമുള്ള മറ്റൊരാളെയും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അവരെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും തിരച്ചിലും അന്വേഷണവും തുടരുകയാണെന്നും ഡെവൻ ആൻഡ് കോൺവായ് പോലീസ് വക്താവ് അറിയിച്ചു. ക്രിസ്തുമസ് ദിനത്തിൽ ഈസ്റ്റ് സസെക്സിലെ നിരവധി വീടുകളിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടതായി റിപ്പോർട്ട്. ജലവിതരണ സ്ഥാപനമായ സൌത്തേൺ വാട്ടറിന്റെ പൈപ്പ് ലൈൻ തകരാറും തുടർന്ന് സർവീസ് പുനഃസ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നതിനിടെ ഉണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളുമാണ് ഇതിന് കാരണം. ഫെയർലൈറ്റ് റിസർവോയറിലെ ജലനിരപ്പ് കുറവായതായി സദേൺ വാട്ടർ അറിയിച്ചു. റിസർവോയർ ഇപ്പോൾ അവസാന സംഭരണ നിലയിലാണെന്നും കമ്പനി വ്യക്തമാക്കി. TN34, TN35, TN37, TN38 എന്നിവയാണ് ബാധിത പ്രദേശങ്ങൾ ഉൾപ്പെടുന്നത്. ഉയർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കാണ് ജലക്ഷാമം കൂടുതൽ അനുഭവപ്പെടുക. ചൊവ്വാഴ്ച രാവിലെ ഹേസ്റ്റിംഗിന്റെ വടക്കു ഭാഗത്തെ വനപ്രദേശത്ത് പ്രധാന ജലപൈപ്പ് പൊട്ടിയതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. ക്രിസ്തുമസിന് മുമ്പ് ഇത് പരിഹരിക്കുവാൻ കമ്പനി ശ്രമിക്കുകയും ചെയ്തു. പിന്നീട് വ്യാഴാഴ്ച ബ്രെഡ് വാട്ടർ സപ്ലൈ വർക്ക്സ് ഭാഗത്തുണ്ടായ ചെറിയ വൈദ്യുതി മുടക്കം ഫെയർലൈറ്റ് റിസർവോയറിലെ ജലനിരപ്പിനെ കൂടുതൽ ബാധിക്കുകയായിരുന്നു. സാൻഡിഗ്രാമിലെ സെന്റ് മേരി മഗ്ദലേൻ ദേവാലയത്തിൽ നടന്ന ക്രിസ്തുമസ് ദിന ശുശ്രൂഷയിൽ പങ്കെടുത്ത ചാൾസ് രാജാവും കാമില രാജ്ഞിയും വെയിൽസ് രാജകുമാരനും രാജകുമാരിയും മറ്റ് രാജകുടുംബാംഗങ്ങളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. പള്ളിയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം രാജകുടുംബാംഗങ്ങൾ പുറത്ത് കാത്തുനിന്ന ആവേശഭരിതരായ ജനക്കൂട്ടത്തോട് സംസാരിക്കുകയും ചെയ്തു. ക്രിസ്തുമസ് പ്രഭാതത്തിലെ തണുപ്പിനെ അവഗണിച്ച് ഒത്തുകൂടിയ ആരാധകർക്ക് രാജകുടുംബാംഗങ്ങൾ ആശംസകൾ അറിയിക്കുകയും ഹസ്തദാനം നൽകുകയും ചെയ്തു. അതേസമയം മുൻ രാജകുമാരൻ ആൻഡ്രൂ സന്നിധനായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പെൺമക്കളായ രാജകുമാരി ബിയാട്രിസും യുജനി രാജകുമാരിയും അവരുടെ ഭർത്താക്കന്മാരോടൊപ്പം സന്നിധരായിരുന്നു. 14 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിൽ 22 വയസ്സുള്ള ഒരാളെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് അറിയിച്ചു. തിങ്കളാഴ്ച പ്ലിമൌത്തിലെ നോർത്ത് സ്ട്രീറ്റ് അതേരിയം സ്ട്രീറ്റ് വൈകുന്നേരം ഏകദേശം 6-നാണ് ആക്രമണം നടന്നത്. ഒന്നിലധികം കുത്തിയിട്ട കൌമാരക്കാരനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണെന്നും പരിക്കുകൾ ജീവന് ഭീഷണിയില്ലെന്നും പോലീസ് അറിയിച്ചു. സെൻട്രൽ പോർച്ചുഗലിൽ 13 വയസ്സുള്ള ഒരു ബ്രിട്ടീഷ് പൌരത്വമുള്ള ആൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തി. അമ്മയുടെ മുൻ പങ്കാളിയാണ് കൊലപാതകം നടത്തിയത്. ഇയാൾക്കും കുത്തേറ്റിട്ടുണ്ട്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. കുട്ടിയുടെ അമ്മയെ തടഞ്ഞു നിർത്തി ആക്രമണം നടത്തിയെന്നാണ് പറയുന്നത്. നിസാര പരിക്കേറ്റ അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. പോലീസ് പരിശോധന നടത്തുമ്പോൾ വീടിനുള്ളിലുണ്ടായ ഗ്യാസ് സ്ഫോടനത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം സംഭവത്തെ തുടർന്ന് പ്രാദേശിക അധികാരികളുമായി ബന്ധപ്പെട്ട് വരികയാണെന്ന് വിദേശകാര്യ ഓഫീസ് അറിയിച്ചു. മെൽബണിലെ 4ാം ടെസ്റ്റിൽ 1ാം ഇന്നിംഗ്സിൽ ഓസീസിനെ 152-ന് പുറത്താക്കി ഇംഗ്ലണ്ട്. മീഡിയം പേസർ ജോർജ് ടോങ്ങിന്റെ 5 വിക്കറ്റ് പ്രകടനമാണ് ആതിഥേയരെ തകർത്തത്. 45.2 ഓവറിൽ 152 റൺസ് എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്താവുകയായിരുന്നു. 49 പന്തിൽ 35 റൺസ് എടുത്ത മൈക്കൽ നെസറാണ് ഓസീസ് നിരയിലെ ടോപ്പ് സ്കോറർ. ഉസ്മാൻ ഖ്വാജ 52 പന്തിൽ 29 റൺസ് എടുത്തു. ടോസ് നേടി ബൌളിംഗ് തെരഞ്ഞെടുക്കുവാനുള്ള ഇംഗ്ലീഷ് നായകൻ ബെൻ സ്റ്റോക്സിന്റെ തീരുമാനം ശരിവയ്ക്കുന്ന രീതിയിലായിരുന്നു ടീമിന്റെ പ്രകടനം. അതേസമയം ഇംഗ്ലണ്ട് ബാറ്റിംഗ് ആരംഭിച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 3 വിക്കറ്റിന് 15 റൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ഇംഗ്ലണ്ട്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 4ഉം 6ഉം റൺസുമായി റൂട്ട്, ബ്രൂക്ക് എന്നിവരാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്നുകൊണ്ട് UK മലയാളികൾ ക്രിസ്തുമസ് ദിനം ആഘോഷിച്ചു. പള്ളികളും വീടുകളുമെല്ലാം പുൽക്കൂടുകളും നക്ഷത്രങ്ങളും ക്രിസ്തുമസ് ട്രീകളും അലങ്കരിച്ചും പരസ്പരം സ്നേഹം കൈമാറിയുമാണ് UKയിലെ മലയാളികൾ ക്രിസ്തുമസ് ആഘോഷിച്ചത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കീഴിലുള്ള മാഞ്ചസ്റ്റർ സെന്റ് ജോർജ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളിയിൽ ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയോടുകൂടി യേശുവിന്റെ ജനന പെരുന്നാൾ ശുശ്രൂഷകൾ ആരംഭിച്ചു. 100 കണക്കിന് വിശ്വാസികളാണ് ആ പ്രത്യേക പ്രാർത്ഥനയിൽ പങ്കെടുത്തത്. രാത്രി നമസ്കാരത്തിന് ശേഷം പള്ളിക്ക് ചുറ്റും നടന്ന തീജ്വാല പ്രദക്ഷിണത്തിൽ 300-ൽ പരം ഇടവക വിശ്വാസികൾ പങ്കെടുത്തു. ശുശ്രൂഷകൾക്കും വിശുദ്ധ കുർബാനകൾക്കും ഇടവക വികാരി ഫാദർ ബിനു തോമസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക മെത്രാപ്പോലീത്ത ഹിസ്
ഇമനസ് എബ്രാഹിം സ്റ്റെഫോനിയോസ് തിരുമേനിയുടെ സാന്നിധ്യത്തിൽ സൺഡേ സ്കൂളിന്റെ നേതൃത്വത്തിൽ നടന്ന ക്രിസ്മസ് കാരൽ നടത്തപ്പെട്ടു. കുടുംബസംഗമത്തിനും സ്നേഹവിരുന്നിനും ശേഷം രാത്രി 10 മണിയോടുകൂടി ചടങ്ങുകൾ സമാപിച്ചു. ബോൺ ഇൻ എ മാങ്ക് കാലിത്തോളത്തിൽ പിറന്ന ലോകരക്ഷകനെന്ന പുതിയ ക്രിസ്തുമസ് ഗാനം പുറത്തിറക്കി UK അലയൻസ്. യേശുവിന്റെ ജന്മകഥയെ ആനിമേഷൻ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ശ്രദ്ധേയമായ അനുഭവമാണ് UK അലയൻസ് ഈ ഗാനത്തിലൂടെ നൽകുന്നത്. ബിജുരാജ് മാത്യുവാണ് വരികൾ എഴുതിയത്. ഗാനത്തിലെ സംഗീതവും ആനിമേഷൻ സംവിധാനവും ഒരുക്കിയത് അഭിലാഷ് സുരേഷിനാണ്. ഗാനത്തിന്റെ പ്രമോഷനും മാർക്കറ്റിംഗും ജഗൻ പടിച്ചെറിയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആനിമേഷൻ രൂപത്തിൽ ഒരുക്കിയ ബോൺ ഇൻ എ മാങ്ക് ക്രിസ്തുമസിന്റെ ആത്മീയതയും സന്ദേശവും പുതുതലമുറയിലേക്കും കൂടുതൽ ശക്തമായി എത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ. മേയർ തെരഞ്ഞെടുപ്പിൽ തഴഞ്ഞതിൽ അതൃപ്തി പരസ്യമാക്കി ലാലി ജെയിംസ്. പാർട്ടി നേതൃത്വം പണം വാങ്ങി മേയർ പദവി വിറ്റെന്ന ഗുരുതര ആരോപണം ഉന്നയിച്ച ലാലി ജെയിംസ് നിയുക്ത മേയർ നിജി ജസ്റ്റിനും ഭർത്താവും പെട്ടിയുമായി AICC നേതാക്കളെ പോയി കണ്ടെന്നും പണമില്ലാത്തതിന്റെ പേരിൽ പാർട്ടി തന്നെ തഴയുകയാണെന്നും അവർ ആരോപിച്ചു. കോർപ്പറേഷൻ മേയർ സ്ഥാനം അവസാന നിമിഷം കൈവിട്ടുപോയതിൽ മുൻ BJP ശ്രീലേഖ കടുത്ത അതൃപ്തിയിൽ. BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും മികച്ച വിജയം നേടുകയും ചെയ്ത ശ്രീലേഖയെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്ന് പ്രചരിച്ചിരുന്നു. അവസാന നിമിഷം വരെയും മേയറായേക്കാമെന്ന പ്രതീക്ഷ വെച്ചാണ് അവസാനം VV രാജേഷിനെ മേയറാക്കുവാനുള്ള തീരുമാനമായത്. എന്നാൽ അവസാന ഘട്ടത്തിലുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളും പാർട്ടി തീരുമാനങ്ങളും തിരിച്ചടിയായതിലാണ് ശ്രീലേഖയെ ചൊടിപ്പിച്ചത്. തന്റെ അതൃപ്തി അവർ പാർട്ടിയെ നേരിട്ട് അറിയിച്ചതായാണ് സൂചന. കോഴിക്കോട് കൊയിലാണ്ടി തിരുവങ്ങൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടു. ശബരിമല ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ശബരിമല തീർത്ഥാടകരുടെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. അപകടത്തിൽ 18 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. കർണാടക രജിസ്ട്രേഷനിലുള്ള ബസ് റോഡിൽ നിർത്തിയിട്ട് ലോറിയുടെ പിന്നിൽ ഇടിക്കുകയായിരുന്നു. ബസിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നിട്ടുണ്ട്. വയനാട്ടിൽ 6 ദിവസം മുമ്പ് ആദിവാസിയായ മാറിനെ കടിച്ചുകൊന്ന കടുവ കൂട്ടിലായി. രാത്രി 1:30യോടെയാണ് കടുവ വനംവകുപ്പിന്റെ കൂട്ടിൽ കുടുങ്ങിയത്. 14 വയസ്സുള്ള ആൺ കടുവയാണ് കുടുങ്ങിയതെന്നാണ് വനംവകുപ്പ് അറിയിച്ചത്. കടുവയെ കുപ്പാടിയിലെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.